നമസ്തേ, രാംസ് ന്യൂസിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ അധ്യായത്തിൽ വളരെ കുഞ്ഞുനാളിൽ കുട്ടികൾ കിട്ടുന്ന ലൈംഗിക അറിവിനെ കുറിച്ച് ഞാൻ പ്രതിപാദിക്കുകയുണ്ടായി. അതിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ രക്ഷകർത്താക്കൾക്ക് മനസ്സിലാവും. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക, അത്രേ എനിക്ക് പറയാൻ പറ്റൂ. അതിൽ കൂടുതൽ ഞാൻ പറയുന്നുമില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യർക്കും പുറമേ നിന്നും ലഭിക്കുന്ന അറിവുകൾ, ആ അറിവുകൾ ഗുണപരമായ അറിവുകളെങ്കിൽ ആ വ്യക്തിത്വ വികാസത്തിന് അത് ഗുണം ചെയ്യും. മോശമായിട്ടുള്ള അറിവുകളാണ് കിട്ടുന്നതെങ്കിൽ ആജീവനാന്തം ആ കുഞ്ഞിനെ ആ മോശമായിട്ടുള്ള അറിവുകൾ നയിക്കുകയും ചെയ്യും. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ 5 വയസ്സ് കഴിഞ്ഞു. ഈ ചെറിയ ചെറിയ അറിവൊക്കെ കിട്ടിയതിന് ശേഷമാണ് സുന്നത്ത് അഥവാ, ഞാൻ നേരത്തെ പറഞ്ഞു മുട്ടമുറി കല്യാണം എന്ന് പറഞ്ഞു. മുട്ടമുറി കല്യാണം എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ഈ സംഗതിക്ക് പറയുന്ന പേരാണ് മുട്ടമുറി കല്യാണം. അതേപോലെ മറ്റൊരു പേരാണ് മാർക്ക കല്യാണം. മാർക്കം ചെയ്യുക എന്നും മലബാറിൽ പറയാറുണ്ട് ഈ പറയുന്ന സുന്നത്തിന്. അപ്പോൾ മാർക്കം, മുട്ടമുറി കല്യാണം, സുന്നത്ത് കല്യാണം എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ സുന്നത്ത് നടക്കുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ആ ദിവസം. എൻ്റെ മാത്രമല്ല, എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ്റെയും അടുത്ത ആളെ 3 പേരുടെയാണ് ഒരുമിച്ച് മുറിക്കാൻ തീരുമാനിച്ചത്. പണ്ടൊക്കെ ഈ പറയുന്ന മാർക്ക കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമായിട്ടാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെയൊക്കെ മാർക്കം നടത്തിയത് അന്ന് പറഞ്ഞു കേട്ടത് ആനപ്പുറത്ത്, അതായത് നെറ്റിപ്പട്ടം കെട്ടിയ ആനപ്പുറത്ത് കയറ്റി കൊണ്ടുവന്ന് നഗരപ്രദക്ഷിണം നടത്തിയതിന് ശേഷമാണ് സുന്നത്ത് ചെയ്ത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വീട്ടിൽ ദാരിദ്ര്യമായതുകൊണ്ട് അത് വലിയ കല്യാണമായിട്ടൊന്നും നടത്തിയില്ല. ജ്യേഷ്ഠൻ ഒരു എളുപ്പത്തിനാണ് ഈ 7 വയസ്സുകാരൻ്റെയും 9 വയസ്സുകാരൻ്റെയും 5 വയസ്സുകാരൻ്റെയും ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ തീരുമാനം ഞാനും അറിഞ്ഞു, ഇങ്ങനെ സംഗതി എന്തോ ചടങ്ങ് നടക്കാം. അപ്പോൾ ഞാനതിലില്ല, കാരണം ഞാൻ ചെറിയ കുട്ടിയല്ലേ, 5 വയസ്സുള്ള കുട്ടിയല്ലേ. അപ്പോൾ എനിക്കത് ഉണ്ടാവില്ല എന്നുകൊണ്ട് താങ്കളെ നടക്കുന്നത്. അപ്പോൾ തലേന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നിൻ്റെയും മുറിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ ഉമ്മ പറഞ്ഞറിഞ്ഞു എൻ്റെത് മുറിക്കുന്നുണ്ട്. അതോടുകൂടി എനിക്ക് ആദ്യമായി ഇതെങ്ങനെ മുറിക്കുക, മുഴുവൻ ചെത്തുകയാണോ എന്താണെന്നൊന്നും അറിയില്ലോ. മുട്ട മുറിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കൂട്ടുകാരൻ എന്നോടൊരു കഥയും കൂടി പറഞ്ഞു തന്നു. അവൻ്റെ സഹോദരൻ്റെത് മുറിച്ചിട്ട് 6 മാസം പുയ്ത്ത് കിടന്ന്, പുഴുത്ത് എന്നുള്ള വാക്കാണ് അന്ന് മലബാറിൽ പുയ്ത്ത് കിടന്നെന്ന് പറഞ്ഞു. അതായത് ഇൻഫെക്ഷനായിട്ട് പഴുത്ത് കിടന്നു 5-6 മാസം എന്ന് പറഞ്ഞു. ഇതും കൂടി കേട്ടപ്പോൾ മാനസികമായിട്ട് ഞാൻ ആകെ ഒരു ചെറിയ സംഗതി, മൂത്തൊഴിക്കാനുള്ള ചെറിയ സംഗതിയാണ്. അത് മുറിക്കുക, അതുകൂടാതെ അത് പുഴുത്ത് 5-6 മാസം കിടക്കുക എന്നൊക്കെ പറഞ്ഞുണ്ടാവുന്ന ടെൻഷൻ ഒന്ന് ആലോചിച്ചു പോകും. രാവിലെ മുതൽ ഞാൻ ബഹളം തുടങ്ങി. ഈ സുന്നത്ത് ദിവസം രാവിലെ മുതൽ ഞാൻ ബഹളം തുടങ്ങി, എൻ്റെത് മുറിക്കണ്ട, ഒരേ വാശിയാണ്. അപ്പോൾ എൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഉമ്മ പറഞ്ഞു, ജ്യേഷ്ഠനോട് പറഞ്ഞു അവൻ്റെ പിന്നെ മാറ്റി വെച്ചേക്ക്, ചെറുതല്ലേ, ഇനി ഒരു വിഷമം ഉണ്ടാക്കണ്ട. അപ്പോൾ ജ്യേഷ്ഠൻ അപ്പം തന്നെ പറഞ്ഞതാ, ഇനി അതിനു വേണ്ടി ഒരു ചിലവുണ്ടാക്കാൻ പറ്റില്ല. ഈ കൂട്ടത്തിൽ മൊത്തത്തിൽ ഒരുമിച്ച് മുറിക്കുകയാണെങ്കിൽ ഒസാൻ്റെ ഈ നമ്മൾ പറയുന്നില്ലേ ഹോൾസെയിലായിട്ട് എടുക്കുക എന്ന് പറഞ്ഞ പോലെ 3 മുറിയും കൂടി ആകുമ്പോൾ കുറച്ച് റിഡക്ഷൻ കിട്ടും, അതുകൊണ്ട് മുറിച്ച് വെക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇതും കൂടി അപ്പം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാനൊരൊറ്റ ഓട്ട. ഞാൻ വീടിൻ്റെ പുറകിൽ വലിയ കാപ്പിത്തോട്ടാണ്, ആ കാപ്പിത്തോട്ടത്തിൽ പോയി ഒളിച്ചു, ശബ്ദമുണ്ടാക്കാതിരുന്നു. പക്ഷേ സമയമായപ്പോൾ കുറേ ആളുകൾ തോട്ടം വളർന്നു എന്നെ തൂക്കിയെടുത്തു. 5-8 മല്ലന്മാർ തൂക്കിയെടുത്ത് ഞാൻ അവിടെ കിടന്ന് ബഹളം സമ്മതിച്ചില്ല. എന്നെ നേരെ കൊണ്ടുപോയി വീടിൻ്റെ 2ാം നിലയിലെ വലിയ റൂമുണ്ട്, ജ്യേഷ്ഠൻ്റെ മുറി. അവിടെ 3 കട്ടിലിട്ടിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോൾ കാണുന്നത് ഒരു കട്ടിലിൽ
മൂത്ത ജ്യേഷ്ഠനെ പിടിച്ചിരുന്നു, അവനും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത കട്ടിലിൽ അടുത്ത ആളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കട്ടിൽ ഇവർക്ക് അഭിമുഖമായിട്ടുള്ള കട്ടിലിൽ കൊണ്ടുപോയി എന്നെയും പിടിച്ചു. എന്നെ പിടിച്ചിരുത്തിയത് മാത്രമല്ല, 2 മല്ലന്മാർ എൻ്റെ 2 കൈക്കും പിടിച്ച് ഇങ്ങനെയാക്കി. വേറെ 2 മല്ലന്മാർ എൻ്റെ 2 തുടയും വലതുവശത്തേക്കും ഇടതുവശത്തേക്കും വലിച്ചു വെച്ചു, മുണ്ട് പറിച്ചു കളഞ്ഞു. ജ്യേഷ്ഠൻ്റെ അത് കഴിഞ്ഞ് ജ്യേഷ്ഠൻ്റെ അവർക്കും ഇതേ സംഭവങ്ങളാണ്. അവരെയും 2 തുടകൾ 2 വശത്തേക്ക് വലിച്ചു മുറുക്കി വെച്ചു, 2 കൈയും പുറകോട്ട് വെച്ചു. ഒരാൾ കണ്ണ് ഇങ്ങനെ പൊത്തു. അപ്പൊ എൻ്റെ കണ്ണ് പൊത്തിയപ്പോ ഈ പഹയന്റെ ഗ്യാപ്പിലൂടെ എനിക്ക് മൊത്തം കാണാം. ഈ ചെറിയ ഗ്യാപ്പിലൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ലിംഗം ഒരു പച്ച ഈർക്കിൽ വെച്ച് അതിൻ്റെ തുമ്പ് വലിച്ചു. എന്നിട്ട് കോഴി അറക്കുന്ന മാതിരി ഒരു കത്തി വെച്ചിട്ട് ഒറ്റ അറക്കലാണ്. ഈ അറക്കുമ്പോഴേക്കും ബഹളം, ഈ കരച്ചിൽ പുറത്ത് കേട്ടതായിരിക്കും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് വിളിയാ. ഭയങ്കര ബഹളമാണ്. അതിനിടയിൽ ഈ കരച്ചിലൊക്കെ മുങ്ങിപ്പോവും. അത് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ആ ബ്ലഡ് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണ് ഈ പറഞ്ഞ ഗ്യാപ്പിലൂടെ കണ്ടു. എൻ്റെ നെഞ്ചിങ്ങനെ പടപടപടപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നേരെ അവിടെ തന്നെ ഒരു വെള്ളത്തുണി എടുക്കുന്നു, ചുറ്റുന്നു, കെട്ടുന്നു, മുറുക്കുന്നു. അടുത്ത ആൾ അപ്പം ഈ ബഹളം കഴിഞ്ഞ് അടുത്ത ആളെ അതും ഞാൻ കാണുക. ഇതേപോലെ തന്നെ പച്ചയിറക്കിൽ വെച്ച് അറ്റം വലിച്ചു പിടിച്ച് കോഴി അറക്കുന്ന മാതിരി അറുത്തു. അവിടെയും ഈ തുണി വെച്ച് കെട്ടി ഈ ബ്ലഡ് ചീറ്റുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. മൂന്നാമത് എൻ്റെ അടുത്തേക്ക് വരിക. സത്യം പറയാം, അപ്പൊ ഒരു എന്താണ്, നമുക്ക് ഇതേപോലത്തെ ഒരു മൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഇടി വെട്ടുന്ന മാതിരിയുള്ള ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും. ഞാൻ നിലവിളിക്കുക. എൻ്റെ നിലവിളി ഞാൻ കണ്ണ് പൊത്തിയാ കൂടാതെ ഒരാളിങ്ങനെ വായും കൂടി പൊത്തിയിട്ട് ഈ തെക്കുബീർ ഇങ്ങനെ കേൾക്കുക. തെക്കുബീറിൻ്റെ ഇടയിൽ വലിച്ച് പിടിച്ച് ഒറ്റ മുറിയുടെ വേദനയൊക്കെ അപ്പോൾ മുറിച്ചു. എന്തൊക്കെയോ ചെയ്യുന്നു. ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ലെവലിലേക്ക് ഞാൻ മാറുന്നു. അവിടം കൊണ്ട് തീർന്നു എന്ന് കരുതണ്ട. പിന്നെയാണ് ഈ പറയുന്ന അന്ന് ഈ പറയുന്ന ഡ്രസ്സിങ് കാര്യങ്ങളൊന്നും ഇല്ല. കാര്യമായിട്ട് കോറ തുണിയാ. ഈ വെള്ളത്തുണി കെട്ടിയിട്ടാണ് ഇത് കെട്ടിവെക്കുന്നത്. കോട്ടണോ അതല്ലെങ്കിൽ സെപ്റ്റിക് ആവാതിരിക്കാനുള്ള സംഗതികൾ. ആകെ കൂടി ഒരു പൗഡറുണ്ട്, മുറിവിനിടുന്നൊരു പൗഡറുണ്ട്. ഈ മുറിച്ച സ്കിന്ന് പുറകോട്ട് മറത്തി വെച്ചിട്ട് ഈ തുണി വെച്ചിട്ടൊരു കെട്ടാണ്. ഇത് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഉണങ്ങി, ബ്ലഡും ഇതെല്ലാം കൂടി ഉണങ്ങി ഒരു കല്ല് പോലെയായിട്ടുണ്ടാവും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഈ ഒസാം വരും. ഒസാം വന്നിട്ട് തിളച്ച വെള്ളം കൊണ്ടുവയ്ക്കും. ഈ തിളച്ച വെള്ളം നമ്മുടെ ഈ ലിംഗത്തിലേക്ക് ഒറ്റ ഒഴിക്കലും ആ തിളയ്ക്കുന്ന വെള്ളം ഒഴിക്കുമ്പോൾ ഈ തുണി ഒരൊറ്റ വലിച്ചു പറിക്കലുക. ദൈവമേ, അവിടെയാണ് വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ അകത്തുനിന്ന് പൊന്നിച്ച് പറക്കും. കാരണം മാംസവും ഈ പറയുന്ന തുണിയും കൂടി ഒട്ടിയെടുത്ത് ഈ തിളച്ച വെള്ളം ഒഴിച്ച് വലിച്ച് പറിക്കുക. ഒരു കുഞ്ഞിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഏറ്റവും വലിയ ക്രൂരത. ഇത് ഒരു ദിവസം 2 ദിവസമല്ല, ഇതിങ്ങനെ ഏകദേശം 5-10 ദിവസം മാറി വന്ന് ഈ ഡ്രസ്സിങ് അപ്പം ചെയ്യാം. ആധുനിക ഡ്രസ്സിങ് അല്ല, പെയിൻഫുള്ളായിട്ട് ഒടുവിൽ ഒരു മരവിച്ച അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഇന്നിപ്പം ഹോസ്പിറ്റലുണ്ട്, അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു കേൾക്കാം. എന്നിട്ട് പോലും ഇപ്പോൾ അടുത്ത കാലത്താണ് ഒരു കുഞ്ഞ് ഇങ്ങനെ പ്രാകൃതമായ രീതിയിൽ സുന്നത്ത് നടത്തിയിട്ട് മരിച്ചുപോയത്. ഒരു കേസ് കൊടുത്തില്ല, മരിച്ചുപോയി, കുട്ടി മരിച്ചുപോയി. അതേസമയത്ത് ഇവിടെ തൂക്കത്തുനിന്നൊരു കുട്ടി വീണ് തൂക്കം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെ ആക്ഷൻ എടുക്കണം, പോലീസ് എടുക്കണം, കൊലപാതകത്തിന് കേസെടുക്കണം എന്നൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ സുന്നത്ത് കഴിച്ചിട്ട് മരിച്ചു പോയാൽ ഒരു കുട്ടി മരിച്ചു പോയാൽ ഒരു കേസും വരില്ല, ഒരു പോലീസും അവിടേക്ക് വരില്ല, ഒരു ഇൻക്വസ്റ്റ് ഉണ്ടാവില്ല, ഒരു പോസ്റ്റ്മോർട്ടം ഉണ്ടാവില്ല,
മതം അത്രയ്ക്ക് ശക്തമാണ്, അത്രയ്ക്ക് ശക്തമാണ്. അതൊക്കെ അവിടെ വയ്ക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന കുറച്ച് ദിവസം കൊണ്ട് ഈ ഡ്രസ്സിങ്ങും സംഗതിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ആ പ്രകൃതിദത്തമായിട്ടുള്ള എല്ലാ അംശങ്ങളും പോയിട്ട്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാൻഡ് പേപ്പർ ഇട്ടാൽ പോലും ഒരു ഫീലിംഗ് ഇല്ലാത്ത ഒരു സംഗതിയായി നമ്മുടെ അവയവം മാറും. ഇത് ഞാൻ പറഞ്ഞത് സത്യമാണ്. ഏകദേശം നമ്മൾ തേങ്ങയൊക്കെ പൊതിക്കുന്ന പാരയുടെ ഒരവസ്ഥയാണ്. അങ്ങനെയായിട്ട് മാറും നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവം. എന്തിനാണ് ഇത് കട്ട് ചെയ്യുന്നത്? അന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. പിന്നീട് ഇത് ആവശ്യമുണ്ടോ എന്ന് പിന്നീട് നമുക്ക് ബോധം വന്നതിന് ശേഷം അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ പേര് തന്നെ സുന്നത്ത് എന്നാണ്. എന്താണ് സുന്നത്ത്? സുന്നത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ചെയ്താൽ ഒരു ചെറിയ കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു കാര്യത്തിനാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രാധാന്യം എന്താണെന്ന് വഴിയെ ഞാൻ പറയാം. അങ്ങനെ ഒരു സംഗതി ഒരു മര്യാദയില്ലാതെ മുറിച്ചു കളയുന്നത്. കുഞ്ഞാണ്, കുട്ടിയാണ്, മനസ്സിലാവുന്നു? അവന് ബോധമുണ്ടായിട്ടില്ല. അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു സംഗതി മുറിച്ചു മാറ്റുകയാണ്. ഭാരതത്തിൻ്റെ നിയമപ്രകാരം ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സംഗതി ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുറിച്ച് മാറ്റാൻ ഒരു കുഞ്ഞിൽ നിന്ന്, അങ്ങനത്തെ വ്യക്തിയല്ല, ഒരു കുഞ്ഞിൽ നിന്ന് ഭരണഘടനാപരമായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചു മാറ്റാൻ അവകാശമുണ്ടോ എന്ന ചോദ്യം ഞാൻ ഇവിടുത്തെ സകല കോടതിക്ക് മുമ്പിൽ വെക്കുകയാണ്. മതത്തിൻ്റെ പേരിൽ ഒരു ശരീരത്തിൻ്റെ ഒരംശം, അസുഖമില്ലാത്ത ഒരംശം, ഒരു കുഴപ്പമില്ലാത്ത ഒരംശം മുറിച്ചു. ഇതിന് പറയുന്ന ന്യായങ്ങൾ, ഹിന്ദുക്കളൊന്നും മുറിക്കുന്നില്ലേ പലതും? ശരിയാണ്, ഫിസിക്കലായിട്ട് വരുന്ന ചെറിയ തകരാറുകൾ, ചിലപ്പം ഈ സ്കിന്ന് പുറകോട്ട് മാറാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇത് പൊട്ടിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ചെറിയൊരു മൈനർ സർജറി നടത്തി ഇതിനെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചിലർ ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇതുപോലെ തന്നെ ഇത് മാറാതെ നിൽക്കുന്ന, സ്കിൻ മാറാതെ നിൽക്കുന്ന ആളുകൾക്ക് സർജറി ചെയ്യുന്നതുണ്ട്. അതിപ്പം ക്യാൻസർ വന്നാലും സർജറി ചെയ്യും അല്ലേ? ചെറിയ എന്ത് തരം വന്നാലും, കല്ല് വന്നാലും സർജറി ചെയ്യും. അത് അസുഖബാധിതമായിട്ടുള്ള ഒരു അസുഖം ബാധിച്ച ഒരു സംഗതിയെ മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ശരിയായ ന്യായമാണ്. അത് ഒരു അസുഖവും ഇല്ലാത്ത ഒരു സംഗതിയാണ് മുറിച്ചു മാറ്റുന്നത്. അതിന് ദോഷമുണ്ടോ? ഇതാരെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടോ? റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട്, അത് പുറത്തു വരില്ല. നമ്മുടെ ഒരു 2 കണ്ണെടുക്കുക. കണ്ണിൻ്റെ പോള എന്തിനാണ്? അവിടെ എന്തിനാണ് എപ്പോഴും നനവുള്ളത്? എൻ്റെ പോള, കണ്ണിൻ്റെ പോള, കണ്ണിൽ വരുന്ന കടലയും കാര്യങ്ങളൊക്കെ തുടച്ച് നീക്കി വൃത്തിയായിട്ട് കണ്ണിനെ സൂക്ഷിക്കുന്ന, അതിനാണ് കണ്ണിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ഉള്ളത്. കണ്ണുനീര് എന്ന് പറയുന്ന, കരയുമ്പോൾ വരുന്ന, ഒരുപാട് വരുന്നത് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്ന ഒരു കണ്ണുനീരുണ്ടല്ലോ. ആ കണ്ണുനീരില്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നിങ്ങളുടെ കണ്ണിൻ്റെ പോള ചലിക്കുന്നതിൻ്റെ പെയിൻ എത്രയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി അത് വിട്, നമ്മുടെ വായ, ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, എത്ര പ്രാവശ്യം എൻ്റെ നാവ് ചലിക്കുന്നുണ്ട്. ഈ നാവ് ചലിക്കുമ്പോഴും എനിക്ക് പ്രശ്നമില്ലാത്ത എന്തുകൊണ്ടാണ്? എൻ്റെ വായിൽ ഉമിനീരെന്ന് പറയുന്ന ഒരു സംഗതി, ഉമിനീർ ഗ്രന്ഥികൾ ഉമിനീര് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെൻ്റെ നാവിനെ വളരെ സ്മൂത്തായിട്ട് ചലിക്കാനും എനിക്ക് സംസാരിക്കാനുമുള്ള ഒരു
അവസ്ഥയുണ്ടാക്കി തരുന്നു എൻ്റെ വായിൽ. എൻ്റെ ഡ്രൈ ആയി കഴിഞ്ഞാലോ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? വെള്ളം കുടിക്കില്ലേ? വായ ഡ്രൈ ആയി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. അപ്പോൾ നമ്മുടെ വായിൽ നനവ് ആവശ്യമുണ്ട്. ഇതിനിപ്പോൾ മൂക്കിൽ രോമം ആവശ്യമുണ്ട്, ചെവിയിൽ രോമം ആവശ്യമുണ്ട്. ഡസ്റ്റ് ഒന്നും വളരെ നമ്മൾ എപ്പോഴും ശ്വാസം വലിക്കുന്ന സംഗതിയാണ്. അവിടെ ഡസ്റ്റ് കയറാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ഒരു ഫിൽറ്ററിങ്ങിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയിട്ടതാണ്. തലയിൽ എന്തിനപ്പം മുടി? അത് തലയെ സംരക്ഷിക്കാൻ തന്നെയാണ് തലയിൽ മുടി ഉണ്ടാവുന്നത്. അത് നമ്മുടെ ചൂടാവുന്ന പ്രധാന ഭാഗങ്ങളിലൊക്കെ ഹെയർ ഉണ്ട്. പ്രകൃതി അതിന് അവിടുത്തെ ഹീറ്റ് സംരക്ഷിച്ച് നിർത്താനും ഓവർ ഹീറ്റ് ആവാതിരിക്കാനും ഒക്കെ ഉള്ള സംവിധാനം ഈ പറയുന്ന ഈശ്വരൻ നമ്മളെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് വേണ്ടാത്ത ഒരു കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നഖം ചോദിക്കും. നഖം എന്തിനാ? നഖം അത് കിള്ളിയെടുക്കാൻ തന്നെയാണ്. കിള്ളിയെടുക്കാൻ നഖം. അത് നിങ്ങളും കൂടുമ്പോൾ നമുക്ക് മുറിച്ച് അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗം മുറിച്ച്. പക്ഷേ നഖമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്കൊരു മുട്ടുസൂചി എടുക്കാൻ പറ്റുമോ? വായിൽ ഊന്നിയില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? മൂക്കിൽ രോമങ്ങളില്ലെങ്കിൽ സകല ഡസ്റ്റും നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് പോകും അല്ലേ? അപ്പോൾ ചെറിയ ഫിൽട്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. ചെവിയിലും അങ്ങനെയുണ്ട്. ചെവിയിൽ ഫ്ലൂയിഡില്ലേ, ഈ നമ്മൾ വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ചെവി കായം എന്ന് കേട്ടിട്ടില്ലേ? ഓരോ സ്ഥലത്തും അതിന് വേണ്ടുന്ന കൃത്യമായ സംഗതികളാണ് ഈശ്വരൻ സൃഷ്ടിച്ചത്. അതേപോലെ ലിംഗാഗ്രത്തിൻ്റെ കൃത്യമായിട്ട് മൂവ്മെൻറ്റിന് കൃത്യമായി ഗ്രീസ് ഇട്ട് വെച്ചിട്ടാണ് ഒരു സ്കിൻ പിടിപ്പിച്ചത്. ഒരു ഗ്രീസ് ഇട്ടിട്ട് അതിനൊരു ഫ്ലൂയിഡ് നൽകിക്കൊണ്ട് അതിൻ്റെ മൂവ്മെൻറ്റിനെ വളരെ സ്മൂത്തായിട്ട് നിൽക്കാനും അതിൻ്റെ രസമുകുളങ്ങളെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഈ സ്കിന്ന് വെച്ചിട്ടുള്ളത്. ഈ സ്കിന്ന് നഷ്ടപ്പെടുത്തോടുകൂടി അവിടെ യാതൊരുവിധ ഫ്ലൂയിഡും ഇല്ലാതിരിക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മരക്കുറ്റി പോലെയോ അതല്ലെങ്കിൽ സെൻസേഷൻ ഇല്ലാത്ത ഒരു വസ്തുവായിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി എത്ര കണ്ട് നിങ്ങൾ വെള്ളം പൂശാൻ ശ്രമിച്ചാലും അതങ്ങനെ തന്നെയാണ്. നമ്മുടെ ലൈംഗിക തൃപ്തിയെ അത് ബാധിക്കുന്നുണ്ട്. അത് ബാധിക്കുന്നത് കൊണ്ടാണ് സ്വർഗത്തിൽ 1 പോരാ, 2 പോരാ, 3 പോരാ, 72 വേണം. വേണം. മറ്റൊന്ന്, ഇതിൻ്റെ പൂർണ്ണത കിട്ടാത്തത് കൊണ്ടാണ് ചിലപ്പോൾ എൻ്റെ ഈ ഇണയുടെ കുഴപ്പമാണോ, വേറെ ഒന്നിൽ ചിലപ്പോൾ എനിക്ക് തൃപ്തി കിട്ടിയാലോ. നേരെ 1 അല്ല 2 അല്ല 3 അല്ല 4 കഴിഞ്ഞ് 5-മതും കിട്ടുകയാണെങ്കിൽ പറ്റും എന്നുള്ള രീതിയിലേക്കുള്ള മനുഷ്യൻ്റെ യാത്ര. മനുഷ്യൻ്റെ യാത്രയല്ല, ചിലരുടെ യാത്ര ആണ് ശരി. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ മുറിച്ച് കഴിഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ലൈംഗികതയെ ബാധിക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. അത് ആരെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഈ സ്കിന്നുള്ള ഒരാളുടെ ലൈംഗിക സംതൃപ്തിയും സ്കിൻ ഇല്ലാത്ത ഒരാളുടെ ലൈംഗിക സംതൃപ്തിയും ശാസ്ത്രീയമായിട്ട് ആരെങ്കിലും അളന്നിട്ടുണ്ടോ? ഇല്ല. ഇനി ഈ സ്കിന്നില്ലാത്തവർ ഏറ്റവും കൂടുതൽ ഹോമോസെക്ഷൽ ആവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? തർക്കമുണ്ടാവാൻ വഴിയില്ല. അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. മദ്രസ പീഡനമാണ് അടുത്ത എപ്പിസോഡ്. അവിടേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. പക്ഷെ
ഇതിൽ നിന്നാണ് അതിലേക്ക് പോകുന്നത് എന്ന് മാത്രം തൽക്കാലം പറഞ്ഞു വെക്കാം. എന്തായാലും ഈ പറയുന്ന സുന്നത്ത് നിർബന്ധമല്ലാത്ത സംഗതി നടത്തുന്നതിലൂടെ ഒരു വ്യക്തിയുടെ സ്വാഭാവികമായിട്ടുള്ള വികാരങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്. ഒരു ഛേദിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ ലിംഗത്തിന് കിട്ടുന്ന തൃപ്തിയോ സ്പർശന സുഖമോ ഒന്നും തന്നെ ഈ മുറിച്ച് കളഞ്ഞ ആൾക്ക് കിട്ടില്ല. എൻ്റെ പോസ്റ്റിൻ്റെ അടിയിലൊന്നും എപ്പോഴും അറ്റം കിട്ടിയോ, നിന്റെ അറ്റ ഒട്ടിച്ചോ, ഫെവിക്കോൾ ഒട്ടിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന പറയാ, നമ്മളൊക്കെ നരകിച്ചാണോ ജീവിക്കുന്നത്? നിന്റെ ആ ചോദ്യത്തിൽ പോലും ഉണ്ട് നിന്റെ അതൃപ്തി. എന്നോട് ചോദിക്കുന്നവരുണ്ടല്ലോ, അറ്റം കിട്ടിയോ, അയാൾക്ക് അറ്റം കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ളൊരു ബോധമുണ്ട്. പോയത് പോയി, കിട്ടില്ല എന്ന് ഉറപ്പുമുണ്ട്. തന്റെ പൂർവ്വ അവസ്ഥ തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് സത്യം പറയുന്നവരുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പുറകെ പോയിട്ട് തോന്നിവാസം പറയുക, തെറി പറയുക. പോയത് പോയി മോനെ. മുക്കാലായാൽ മുക്കാലിന് വിലയില്ല. ഒന്നിന്റെ അത്ര വില മുക്കാലിനില്ല, ഒന്നിനേ വിലയുള്ളൂ. മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പൊ ഈ കാല് പോയ മനുഷ്യർക്കുണ്ടാവുന്ന എല്ലാവിധ എന്താ പറയാ അതിന് വൈഷമ്യങ്ങളും കാലുള്ളവരോട് തീർക്കും എന്ന് കരുതിക്കൊള്ളൂ. ഈ മാനസികാവസ്ഥയ്ക്ക് അത്തരം വേണമെങ്കിൽ നമുക്ക് ജലസി എന്ന് പറയാം, ഫിസിക്കൽ ജലസി എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണമില്ലാത്ത ഒന്നിനെയും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ ജലസി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെയൊക്കെ പോസ്റ്റിനടിയിൽ വന്നിട്ട് ഈ തുമ്പിനെ കുറിച്ച് അന്വേഷിക്കുന്നത്, സ്വന്തം തുമ്പുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ നല്ലത്. ആ തുമ്പ് പോകുന്നതിന് മുന്നേ നല്ല ചുവന്ന് തൊടുത്ത ഒരു സംഗതി തനിക്കുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചാൽ നല്ലത്. അത് വെട്ടിക്കളഞ്ഞതിന് ശേഷം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതും ചിന്തിച്ചാൽ നല്ലത്. ഇങ്ങനെ പരസ്യമായിട്ട് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നും ചിന്തിച്ചാൽ നല്ലത്. ഇത് പുരുഷന്റെ മാത്രമല്ല മുറിക്കല്, സ്ത്രീകളത് മുറിക്കുമായിരുന്നു. ഇവിടെ അതിന് എല്ലാവരും തയ്യാറാവുന്നില്ല. പക്ഷേ ഇറാനിൽ ചെന്ന് നോക്കൂ, സ്ത്രീകൾ എന്താ മുറിക്കുന്നത് ഞാൻ പറയുന്നില്ല. ഒട്ടും ക്രൂരതയാണ്. കാരണം ഈ രസച്ചരടുകളെ, രസമുകുളങ്ങളെ ഇല്ലാതാക്കി ഒരു തരം മരവിപ്പിലൂടെ ജീവിക്കുന്ന ആളുകളാക്കി മാറ്റണം. ഒരു സ്ത്രീയുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പോർഷനാണ് ഈ പറയുന്ന മതത്തിന്റെ പേരിൽ മുറിച്ചു കളയുന്നത്. ഈ മുറിക്കല്യാണം പുരുഷന് വേണ്ടി മാത്രമല്ല, സ്ത്രീകൾക്കുണ്ട്. ഇന്ത്യയിലും അത് നടക്കുന്നുണ്ട്. ഇന്ത്യയിലും ധാരാളം മുറി നടക്കുന്നുണ്ട് സ്ത്രീകളുടെ. ഞാൻ അതിൻ്റെ വിശാലതയിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഞാൻ സ്ത്രീ അല്ലാത്തതുകൊണ്ട്. അത്ര സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ. ഇത് മുറിക്കപ്പെട്ട സ്ത്രീകളുണ്ട് ധാരാളം, ആജീവനാന്തി ഇത് അനുഭവിക്കുന്ന ആളുകൾ. അവരുടെയും ഇതേപോലെ പ്രധാനപ്പെട്ട ഒരു ലൈംഗിക ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ് കളയുന്നത്. നമ്മുടെ ലൈംഗിക ഉപയോഗത്തിന് ഉള്ളത് കൂടിയാണ് നമ്മുടെ അവയവങ്ങൾ. അത് ആണിൻ്റേതായാലും പെണ്ണിൻ്റേതായാലും ശരി, അത് മൂത്രമൊഴിക്കാനും പ്രസവിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയല്ല. നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ പോലെ തന്നെ പരിരക്ഷിക്കപ്പെടേണ്ടുന്ന അവയവമാണ് ഈ പറയുന്ന നമ്മുടെ സംഗതികളും. ഇത് മനസ്സിലാക്കണം. ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ആധുനിക മനുഷ്യർ ഇത് ഒന്നും തന്നെ, ഒരു മനുഷ്യന്റെ ദേഹത്ത് ദൈവം ഒന്നും തന്നെ പരിപൂർണമാവാതെ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യൻ ശാരീരികമായി ചില ഘടകങ്ങൾ കൊണ്ട് നമുക്ക് സംഭവിക്കാം, എന്ത് വൈകല്യങ്ങൾ സംഭവിക്കാം. പക്ഷേ അത് നമ്മുടെ സൃഷ്ടിയുടെ കുഴപ്പമല്ല. നാം തന്നെ സൃഷ്ടിക്കുന്ന
നമ്മുടെ ചുറ്റുപാടുകളുടെ അല്ലെങ്കിൽ നമ്മുടെ മരുന്നുകളുടെ. നമുക്കറിയാം, ഈ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തലമുറയെ ഇല്ലാണ്ടാക്കുന്ന, കയ്യും കാലും ഇല്ലാതെ വളർത്തുന്ന, അത് മനുഷ്യൻ്റെ കുറ്റമാണ്. സ്വന്തം രക്തത്തിൽ നിന്ന് വിവാഹം കഴിച്ച് ശാരീരിക വൈകല്യങ്ങളോടുകൂടിയും ബുദ്ധി വൈകല്യത്തോടുകൂടിയും ജനിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. പക്ഷെ ഈശ്വരൻ പൂർണ്ണമായ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, പൂർണ്ണമായ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ, ഒരു സംഗതിയും എന്താക്കിയിട്ടില്ല, കുറച്ചിട്ടില്ല, കൂട്ടിയിട്ടുമില്ല. ജീവിക്കാൻ, അവൻ്റെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ, അവൻ്റെ ലൈംഗിക തൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ബഹളം വയ്ക്കുന്ന ആൾക്കാർ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്കൊക്കെ വാഹനമുണ്ട്, ബൈക്കുള്ളവരുണ്ട്, കാറുള്ളവർ. നിങ്ങൾ അതിലേക്ക് ഓയിൽ ഒഴിക്കാതെ കുറച്ചു കാലം ഓടിക്കും. എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഓയിലില്ലാത്ത ഒരു എൻജിൻ പ്രവർത്തിക്കുന്ന, അവിടെ പിസ്റ്റൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓയിലില്ലാത്ത ഒരു എൻജിനകത്ത് പിസ്റ്റൺ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അത് തന്നെയാണ് അവസ്ഥ. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ. ഓയിൽ വേണ്ടിടത്ത് ഓയിൽ വേണം, നനവ് വേണ്ടിടത്ത് നനവ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു മനുഷ്യൻ പൂർണ്ണമാവുകയുള്ളൂ. മാത്രമല്ല, ഒരു മനുഷ്യന് ഏത് മതത്തിൽ ജീവിക്കണം, ഏത് സംസ്കാരത്തിൽ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. 18 വയസ്സിന് ശേഷം 18 വയസ്സ് വരെ ഒരു കുഞ്ഞിൻ്റെ ഒരു കാര്യവും മുറിക്കാനുള്ള അവകാശം ആർക്കും കൊടുത്തിട്ടില്ല. അത് ഇല്ലീഗലാണ്. ഞാനത് എൻ്റെ അവസാന ശ്വാസം വരെ പറയും, ഇല്ലീഗലാണ്. കോടതികളെ ഇടപെടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യ ശരീരത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു സംഗതി മുറിച്ചു കളയണമെങ്കിൽ അവൻ പൂർണ്ണ മനുഷ്യനായതിനു ശേഷം അവൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ ഒരു സംഗതി മുറിച്ചു കളയാൻ പാടുള്ളൂ എന്ന് അട്ടിവരയിട്ട് പറയുന്ന വ്യക്തിയാണ് ഞാൻ. അത് മതം മാറാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കുമുള്ള അവകാശം. ഇനി മറ്റൊന്ന്, ഈ എൻ്റെ പേരിൻ്റെ അടിയിൽ വന്നിട്ട് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. അവനവൻ്റെ തുമ്പ് പോയതിന് എൻ്റെ തുമ്പ് കഴിയിട്ടും കാര്യമില്ല. ഓരോരുത്തരും അവരവരുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും തുമ്പുള്ളവരായി ജീവിക്കാനുള്ള അനുമതി കൊടുക്കുക. ഇത് കേവലം സുന്നത്താണ്. അറിവില്ലാത്തവർ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കൂ. ഖുർആനിൽ എവിടെയാണ് ഈ പറയുന്ന സുന്നത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾക്കൊക്കെ മലയാളം ഉണ്ടല്ലോ, ഖുർആൻ്റെ വിവർത്തനം, ഒന്ന് വായിച്ചു നോക്കൂ. അതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് പരിച്ഛേദം, സുന്നത്ത്. അങ്ങനെ നോക്കൂ, എത്ര സ്ഥലത്ത് ഈ സുന്നത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാൻ നിർബന്ധിതമാണോ ഈ സമൂഹം എന്ന് ഒന്ന് ആലോചിച്ച നന്ന്. വേറെ ഒന്നും തന്നെ ഇല്ല. അടിയിൽ വന്ന് ബഹളം വയ്ക്കുന്നവർക്കൊക്കെ നല്ല നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ. അടുത്ത അധ്യായം പീഡനം മദ്രസയിൽ.